ആഗോള അയ്യപ്പ സംഗമത്തിന് NSSൻ്റെ പൂർണ്ണ പിന്തുണ. ആചാര്യ സംരക്ഷണവും വിശ്വാസവും സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് സർക്കാരിൽ ഇപ്പോൾ NSSനുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് NSSൻ്റെ നേതൃത്വത്തിൽ തെരുവിൽ വലിയ പ്രകടനങ്ങളൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അന്ന് ധാരാളം സ്ത്രീകൾ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ NSSനെയും സ്ത്രീകളെയുമൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ കുലീന സ്ത്രീകൾ, കുലീന വനിതകൾ എന്നൊക്കെ രീതിയിലുള്ള പല പരാമർശങ്ങളും ആ സമയത്ത് ഉണ്ടാകുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ NSS ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ നല്ല കാര്യമല്ലേ എന്ന നിലയിൽ ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് NSS നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നത്. ആചാര സംരക്ഷണവും വിശ്വാസങ്ങൾ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുമെന്ന സർക്കാരിലുള്ള ഉറച്ച വിശ്വാസമാണ് NSSനെ ഇത്തരമൊരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും NSSൻ്റെ ഈ പുതിയ മാറ്റം ഒരർത്ഥത്തിൽ ഇടതുപക്ഷം രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റതിൽ പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുള്ളതിൽ 9 എണ്ണത്തോളം നായർ അംഗങ്ങളായിട്ടുള്ള ഒരു മന്ത്രിസഭ, അതായത് നായന്മാർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളൊരു മന്ത്രിസഭയാണ് വന്നത് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ മന്ത്രിസഭയിലാകട്ടെ ഈഴവർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിൽ നായന്മാർക്കും പ്രാമുഖ്യമുണ്ട്. അതായത് ഈഴവനും നായരനും വലിയ പ്രാമുഖ്യം ഇടതുപക്ഷം വരുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന തോന്നലാവാം NSSനെയും ഇപ്പോൾ SNDPയെയും പോലുള്ള സംഘടനകൾക്ക് ഇടതുപക്ഷത്തോട് കൂടുതൽ സ്നേഹമുണ്ടാകാനുള്ള പ്രധാന കാരണമായി തോന്നുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ കോൺഗ്രസും BJPയും പോലുള്ള സംഘടനകൾ ശക്തമായി എതിർക്കുമ്പോഴും അതുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിന് പ്രധാന സാമുദായിക സംഘടനകളുടെ എല്ലാം വലിയ പിന്തുണ ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയത്തിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഈ സമുദായ അംഗങ്ങളെയെല്ലാം കൂട്ടുപിടിച്ചാൽ അടുത്ത പ്രാവശ്യവും മൂന്നാമതൊരു പ്രാവശ്യം കൂടി അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് കൂടിയാണ് ഈ അയ്യപ്പ സംഗമത്തിന് അവരുടെ എല്ലാം പൂർണ്ണ സപ്പോർട്ട് തേടുന്നത്.